നാളത്തെ കേരള നാളത്തെ കേരള നാളത്തെ കേരള നാളത്തെ കേരള നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് നറുക്കെടുക്കുന്ന കേരളത്തിന്റെ കാരുണ്യാഭാഗ്യക്കുറികൾ. നാളത്തെ കേരളം, അതാണ് ഞാൻ ചോദിക്കുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്ന കരുനാഗപ്പള്ളിയാണ്. നമ്മളിപ്പോ ഓഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൈക്കും അതിന്റെ ജാക്കും ഒക്കെ കംപ്ലൈന്റ് വന്നിട്ട് കുറെ ശബ്ദ വ്യത്യാസമൊക്കെ വന്നപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് അത് വാങ്ങിക്കാനായിട്ട് കിട്ടിയില്ല. അപ്പൊ കോട്ടയത്തും ഒരുപാട് സ്ഥലത്ത് പോയി, എങ്ങൊന്നും കിട്ടിയില്ല. അപ്പം കരുനാഗപ്പള്ളി തന്നെ ഒരു അന്വേഷണം നടത്തിയപ്പം അഹൂജയുടെ ഒരു ഡീലർ ഉണ്ടെന്ന് പറഞ്ഞു. അഹൂജ എന്ന് പറയുന്ന മൈക്ക്, അതിന്റെ ആംപ്ലിഫയർ മറ്റു കാര്യങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഇവിടെ വേറെ കുറെ ഐറ്റംസും കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന എന്തിനൊരു സൊല്യൂഷൻ ഉണ്ട് ഇങ്ങനെയുള്ള ഒരു കേസിനൊക്കെ. പുള്ളി ഒരു അഡാപ്റ്റർ ഇട്ട് അത് അടിപൊളിയായിട്ട് നമുക്ക് മൈക്ക് വർക്കിംഗ് കണ്ടീഷൻ ആക്കി തന്നു. പുള്ളി ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാവുന്ന ആളായിരിക്കും. ഒന്നെങ്കിൽ ഒരു ശബ്ദമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാ, ഈ മൈക്ക് ഓക്കെ. ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പോകുമ്പോഴേ പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുന്ന എപ്പോഴാണ് അതിന്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം തുടങ്ങാൻ പറ്റും. അത് എനിക്ക് വലിയ സന്തോഷമായെന്ന് അറിയുക. ഇത് നല്ലൊരു വില കൊടുത്ത് വാങ്ങിച്ചതാ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണൽ സാധനം, പക്ഷെ ഇതിന്റെ ഈ ലൂസ് വന്നിട്ട് ഭയങ്കര അശബ്ദം, ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും, പിന്നെ കേൾക്കാതിരിക്കും. ചില സമയത്ത് റെക്കോർഡിങ് നടക്കുന്നില്ല. അപ്പൊ പല സ്ഥലങ്ങളിലും പോയി ഓൺലൈനിലൊക്കെ നോക്കിയാണൊക്കെ ഒന്നും ഇത് കിട്ടുന്നില്ല, അവൈലബിൾ അല്ല. ഇപ്പൊ ചെയ്തു തന്ന ഒരു പരിപാടി കൊള്ളാം. രണ്ടൊരു കണക്ടറോട് ഇട്ട് വേറെ സെറ്റപ്പിൽ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. നമ്മുടെ ഈ ഷോപ്പിൽ ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് അഹൂജയുടെ മെയിൻ ഡീലറാണ് കരുനാഗപ്പള്ളിയിലെ നമ്മൾ. അതിനുശേഷം പിന്നെ അതിനോട് ചേർന്നിട്ടുള്ളത് സ്റ്റുഡിയോ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. ഇത് രണ്ടുമാണ് ഇന്ത്യൻ ബ്രാൻഡായിട്ട് നമ്മളോട് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതർ ബ്രാൻഡുകൾ ഉണ്ട്, ഒരുപാട് യമഹ ഉണ്ട്, ഡൈനാടെക് ഉണ്ട്. എല്ലാ ബ്രാൻഡുകളും അതിൻ്റെതായ രീതിയിൽ നമ്മളോട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കേരളത്തിൽ ഇക്കാല ശബ്ദം കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഇപ്പോഴും. പണ്ടും എനിക്ക് തോന്നുന്നു 1984 മുതലൊക്കെ ഉണ്ടോ എനിക്ക് തോന്നുന്നു. 92 കാലഘട്ടം തൊട്ടാണ്. 92 കാലഘട്ടം. 92 മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാറിനകത്തൊക്കെ ലൈവായിട്ട് പറയുന്നത് പരിപാടിയാണ്. കാറിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിട്ട് മൈക്ക് എടുത്ത് വെച്ചിട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പൊ അതൊന്ന് പറഞ്ഞേൽപ്പിക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഒരു മിനിറ്റ് താഴെ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ഈ ഷോപ്പ് ഒന്ന് സന്ദർശിച്ചപ്പോ പിന്നെ നിങ്ങളുടെ ഒരു ആവശ്യം നമ്മൾ തിരസ്കരിക്കുന്നത് ശരിയല്ല. കേരള സർക്കാർ അണിച്ചിരിക്കുന്ന കാരുണ്യ ഭാഗ്യക്കുറികളുടെ വിൽപ്പന ഇവിടെ വിജയകരമായി തുടരുകയാണ്. 50 രൂപയ്ക്ക് 1 കോടി രൂപ, 1 കോടി രൂപ, 1 കോടി രൂപ ഒന്നാം സമ്മാനം ഒരാൾക്ക് മാത്രം നൽകുന്ന കേരളത്തിന്റെ കാരുണ്യ ഭാഗ്യക്കുറികളുടെ ഏതാനും ടിക്കറ്റുകൾ, നാമമാത്രമായ ടിക്കറ്റുകൾ, പരിമിതങ്ങളായ ഭാഗ്യക്കുറികൾ. വേഗമാകട്ടെ. മിനിറ്റുകൾ സെക്കൻഡുകളായി കുഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പന പരിപൂർണമായും സമാപിച്ചേക്കാം. ഹലോ, നാളെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസമായ നാളെ നിങ്ങളിലെ എല്ലാ ശനിദശകളെയും പാടെ അകറ്റി ഐശ്വര്യസമ്പൂർണമായ നല്ലൊരു ഭാവികാല ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന കേരളത്തിന്റെ കാരുണ്യ ഭാഗ്യക്കുറികൾ. നാളത്തെ കേരള നാളത്തെ കേരള നാളത്തെ കേരള നാളത്തെ കേരള നാളത്തെ കേരള നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് നറുക്കെടുക്കുന്ന കേരളത്തിന്റെ കാരുണ്യാഭാഗ്യക്കുറികൾ. നാളത്തെ കേരളം, അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കാണണമെന്നുള്ള ആഗ്രഹം കൂടെ നൗഷാദ് നേരത്തെ എന്നോട് പറഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒന്നടങ്കമുള്ള അഭിപ്രായം നാളത്തെ കേരള. ആ നാളത്തെ കേരളയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരുപാട് വിഷനോടുകൂടി നമ്മുടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പം എല്ലാ കച്ചവട സ്ഥാപനങ്ങൾക്കും നികുതിയൊക്കെ ഒന്ന് കുറച്ച് സഹായിച്ച് ഒരു വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചോളം കടകൾക്കൊക്കെ കച്ചവടം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. 5% നികുതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഉള്ള നികുതി വർഷത്തിൽ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ 5% കൂടെ കൂടുക. അതൊരു വൻ കൊള്ളയാണ്. കുറച്ചേ പറ്റും. നമ്മുടെ നാട് ഒരു വലിയ സംഭവത്തിലേക്ക്, അതായത് വലിയ മാറ്റത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അടക്കമുള്ള നിർമ്മാണ മേഖലയിലാണ് എന്റെ തൊഴിലുള്ളത്. ഇതുപോലെ ഓരോ തൊഴിലും ചെയ്യുന്ന ആൾക്കാരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപൂർണമായും പട്ടിണി രഹിതം എന്നൊക്കെ പറഞ്ഞ വളരെ ശുദ്ധമായ മണ്ടത്തരവും തട്ടിപ്പുമാണത്. ഇക്കാടെ സ്ഥാപനം മറക്കണ്ട പ്രേക്ഷകര്. നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വന്ന ഇലക്ട്രിക്കൽ സൈഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോട് ചെയ്തു തരും. നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്നെന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. കരുനാഗപ്പള്ളി സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ടല്ലേ നമ്മുടെ വിഷത്തിന് വേണ്ടി ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി പ്രഗത്ഭനായ ഒരു ഹോസ്പിറ്റലാണ് സുസമ്മ ഹോസ്പിറ്റൽ. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും എപ്പോഴും വരാം. നമ്മുടെ എല്ലാവിധ സഹകരണങ്ങളും ഓരോ സജഷൻ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും എല്ലാ സഹകരണവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എല്ലാവർക്കും കടന്നു വരാം. അതെ. അപ്പം എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.